എല്ലാവർക്കും ജെയിൻസ് എക്സലിൻ്റെ മാത്സ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം റിലേഷൻസിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് പറഞ്ഞത്. നമ്മൾ പഠിച്ചത് റിഫ്ലെക്സീവ് പഠിച്ചു, സിമെട്രിക് പഠിച്ചു, ട്രാൻസിറ്റീവ് പഠിച്ചു. ഒരു റിലേഷൻ റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവുമാണെങ്കിൽ അങ്ങനെയുള്ള റിലേഷന് വിളിക്കുന്ന പേരാണ് ഇക്വിവാലൻസ് റിലേഷൻസ്. അതിൽ നമ്മൾ ഒന്ന് രണ്ട് പ്രോബ്ലംസ് കഴിഞ്ഞ ദിവസം ചെയ്തു. ഇനി അതിൽ നിന്ന് വ്യത്യസ്തമായ ചില പ്രോബ്ലംസാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഡിറ്റർമിൻ വെദർ ഈച്ച് ഓഫ് ദി ഫോളോയിങ് റിലേഷൻസ് ആർ റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. അതിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: റിലേഷൻ ആർ in the set capital A of human beings in a town at a particular time given by R is equal to set ordered pair XY such that X and Y work at the same place. അതായത് റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് ഇവ ചെക്ക് ചെയ്യുന്നതിന് നമുക്ക് പ്രധാനമായിട്ട് രണ്ട് സെറ്റുകളാണ് വേണ്ടത്. ഒന്ന് എ എന്ന് പറയുന്ന സെറ്റും മറ്റൊന്ന് എ എന്ന് പറയുന്ന സെറ്റിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു റിലേഷനുമാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഹ്യൂമൻ ബീയിങ്സിൻ്റെ സെറ്റാണ്. അതായത് ഒരു പ്രത്യേക സമയത്ത് ഒരു ടൗണിലെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ സെറ്റാണ് എ എന്ന് പറയുന്നത്. അതിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു റിലേഷനാണ് ക്യാപിറ്റൽ ആർ. ഈ ആറിൻ്റെ പ്രത്യേകത, ആറിനകത്ത് വരുന്ന എലമെൻസുകളുടെ പ്രത്യേകതയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓർഡേർഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് ആൻഡ് വൈ വർക്ക് അറ്റ് ദി സെയിം പ്ലേസ്. അതായത് എക്സും വൈയും ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുന്നവർ ആണെങ്കിൽ മാത്രമേ ഓർഡേർഡ് പെയർ എക്സ് വൈ എന്ന് പറയുന്നത് ആറെന്ന് പറയുന്ന റിലേഷനിലെ എലമെൻ്റായിട്ട് വരും. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന റിലേഷൻ എന്ന് പറയുന്നത് എക്സ് ആൻഡ് വൈ വർക്ക് അറ്റ് ദി സെയിം പ്ലേസ്. ഇതാണ് ഇവിടെ തന്നിരിക്കുന്ന റിലേഷൻ. ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് എക്സിൻ്റെയും വൈയുടെയും പ്ലേസിൽ ഒരേ വേരിയബിൾ നമുക്ക് കൊടുത്തു നോക്കാം. അപ്പോൾ ഇത് വായിക്കുക. ഇപ്പോൾ എക്സിൻ്റെ പ്ലേസിലും വൈയുടെ പ്ലേസിലും ഞാൻ എ എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ എ ആൻഡ് എ വർക്ക് അറ്റ് ദി സെയിം പ്ലേസ്. എയും ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ ശരിക്കും എയുടെ സ്ഥാനത്ത് ഒരു ഹ്യൂമൻ ബീയിങ് ആണ് വരുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് എയുടെ സ്ഥാനത്ത് ഇപ്പോൾ ഒരു പേര് കൊടുക്കാം, രാജീവ് എന്ന് കൊടുക്കാം. ഇപ്പോൾ രാജീവ് ആൻഡ് രാജീവ് വർക്ക് അറ്റ് ദ സെയിം പ്ലേസ് എന്ന് പറയുന്നത് ശരിയായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതേ കണക്ക് തന്നെയാണ് ആ രാജീവിന് പകരം വന്നിരിക്കുന്ന ഒരു വേരിയബിളാണ് എ. അപ്പോൾ എ ആൻഡ് എ വർക്ക് അറ്റ് ദി സെയിം പ്ലേസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ നമുക്ക് പറയാം ഓർഡേർഡ് പെയർ എ ബിലോങ്സ് ടു ആർ എന്ന് പറയാം. അതായത് ഓർഡേർഡ് പെയർ എ എന്ന് പറയുന്നത് ആർ എന്ന് പറയുന്ന റിലേഷനിലെ എലമെൻ്റാണ് എന്ന് പറയും. ഫോർ എവരി എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ. അപ്പോൾ ക്യാപിറ്റൽ എക്കകത്തുള്ള ഏത് ഹ്യൂമൻ ബീയിങ്സ് എടുത്താലും എ ആൻഡ് എ വർക്ക് അറ്റ് ദി സെയിം പ്ലേസ് ആണ്. എയും ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയായതുകൊണ്ട് ഓർഡേർഡ് പെയർ എ എന്ന് പറയുന്നത് ആർ എന്ന് പറയുന്ന റിലേഷനിലെ എലമെൻ്റായിട്ട് വരും. അതിനാൽ ആർ എന്ന് പറയുന്ന റിലേഷൻ റിഫ്ലെക്സീവാണ് എന്ന് പറയാം. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി, ഈ ആർ എന്ന് പറയുന്ന റിലേഷൻ എങ്ങനെയാണ് റിഫ്ലെക്സീവ് ആവുക? എ എന്ന് പറയുന്ന സെറ്റിലെ, എ എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ആണ്. എ എന്ന് പറയുന്ന സെറ്റിലെ ഒരു എലമെൻ്റ് എടുക്കുന്നു എ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന റിലേഷൻ എന്ന് പറയുന്നത് എക്സ് ആൻഡ് വൈ വർക്ക് അറ്റ് ദി സെയിം പ്ലേസ് എന്നാണ്. അപ്പോൾ രണ്ട് വേരിയബിൾസാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒന്ന് എക്സും മറ്റൊന്ന് വൈയുമാണ്. എക്സിൻ്റെയും വൈയുടെയും സ്ഥാനത്ത് ഒരേ വേരിയബിൾ ചേർത്ത് പറഞ്ഞു നോക്കുക. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാകുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഈ രണ്ട് സ്ഥലത്തും ഒരേ വേരിയബിൾ കൊടുത്താൽ എ ആൻഡ് എ വർക്ക് അറ്റ് ദി സെയിം പ്ലേസ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അതുകൊണ്ട് ഓർഡേർഡ് പെയർ എ എന്ന് പറയുന്നത് ആർ എന്ന് പറയുന്ന റിലേഷനിലെ എലമെൻ്റാണ് എന്ന് പറയും. അപ്പോൾ ഓർഡേർഡ് പെയർ എ അതായത് എ റിലേറ്റഡ് ടു എ എന്ന് പറയുന്നത്
ആർ എന്ന് പറയുന്ന റിലേഷനിലെ എലമെൻ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും ആർ എന്ന് പറയുന്ന റിലേഷൻ റിഫ്ലെക്സീവാണ് എന്ന് പറയും. ഇനി രണ്ടാമത്തെ പ്രത്യേകത, ആർ എന്ന് പറയുന്ന റിലേഷൻ സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇപ്പോൾ സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് ആർ എന്ന് പറയുന്ന റിലേഷനിലെ ഒരു എലമെൻ്റ് എടുക്കുക. ഇപ്പോൾ ഓർഡേർഡ് പെയർ എ ബി ബിലോങ്സ് ടു ആർ. ആർ എന്ന് പറയുന്ന റിലേഷനിലെ ഒരു എലമെൻ്റ് എടുത്തു, ഓർഡേർഡ് പെയർ എ ബി. എന്തുകൊണ്ട് ഓർഡേർഡ് പെയർ എ ബി ആർ എന്ന് പറയുന്ന റിലേഷനകത്ത് വന്നു? ഇതിൻ്റെ വന്നതിന് കാരണം എ ആൻഡ് എ വർക്ക് അറ്റ് ദി എ ആൻഡ് ബി വർക്ക് അറ്റ് ദി സെയിം പ്ലേസ് ആയതുകൊണ്ടാണ്. അപ്പോൾ എ ആൻഡ് ബി വർക്ക് അറ്റ് ദി സെയിം പ്ലേസ്, എയും ബിയും ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് ഓർഡേർഡ് പെയർ എ ബി എന്ന് പറയുന്നത് ആർ എന്ന് പറയുന്ന റിലേഷനകത്ത് വന്നത്. അപ്പോൾ എയും ബിയും ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുന്നവരാണ് എന്ന സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്ക് തിരിച്ച് ബി ആൻഡ് എ വർക്ക് അറ്റ് ദി സെയിം പ്ലേസ് എന്നും പറയാം. എ ആൻഡ് ബി വർക്ക് അറ്റ് ദി സെയിം പ്ലേസ് എന്ന സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്ക് ബി ആൻഡ് എ വർക്ക് അറ്റ് ദി സെയിം പ്ലേസ് എന്ന് പറയാം. അപ്പോൾ ബി ആൻഡ് എ വർക്ക് അറ്റ് ദി സെയിം പ്ലേസ് എന്നായതുകൊണ്ട് ഓർഡേർഡ് പെയർ ബി എ ബിലോങ്സ് ടു ആർ എന്ന് പറയാം. അപ്പോൾ സിമെട്രിക് ആകുന്നതിനുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് എ ബി എന്ന ഓർഡേർഡ് പെയർ ആറിനകത്തുണ്ടെങ്കിൽ ഇതിനെ നേരെ തിരിച്ചിടുമ്പോൾ കിട്ടുന്ന എലമെൻറ്റും ആറിനകത്ത് തന്നെ വന്നാൽ, ഇവിടെ ഇപ്പോൾ എ ബി എന്ന എലമെൻറ്റിനെ തിരിച്ചിടുമ്പോൾ കിട്ടുന്ന എലമെൻ്റായ ഓർഡേർഡ് പെയർ ബി എ എന്ന് പറയുന്നതും ആറിനകത്തുണ്ട്. അതുകൊണ്ട് ആർ എന്ന് പറയുന്ന റിലേഷൻ സിമെട്രിക് ആണ് എന്ന് പറയും. അപ്പോൾ ആർ എന്ന് പറയുന്ന റിലേഷൻ സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് ആർ എന്ന് പറയുന്ന റിലേഷനിലെ ഒരു എലമെൻ്റ് എടുക്കുന്നു, ഓർഡേർഡ് പെയർ എ ബി. ഓർഡേർഡ് പെയർ എ ബി ആറിനകത്ത് ഉണ്ട് എന്ന് പറയുന്നു. എന്തുകൊണ്ട് ഓർഡേർഡ് പെയർ എ ബി ആറിനകത്ത് വന്നു? എ ആൻഡ് ബി വർക്ക് അറ്റ് ദി സെയിം പ്ലേസ്, എയും ബിയും ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുന്നവരായതുകൊണ്ടാണ് ഓർഡേർഡ് പെയർ എ ബി ആറിനകത്ത് വന്നത്. ഇനി എ ആൻഡ് ബി വർക്ക് അറ്റ് ദി സെയിം പ്ലേസ് എന്ന സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്ക് നേരെ തിരിച്ച് ബി ആൻഡ് എ വർക്ക് അറ്റ് ദി സെയിം പ്ലേസ് എന്നും പറയാം. അപ്പോൾ ബി ആൻഡ് എ വർക്ക് അറ്റ് ദി സെയിം പ്ലേസ് എന്ന് ആയതുകൊണ്ട് ഓർഡേർഡ് പെയർ ബി എ ബിലോങ്സ് ടു ആർ എന്ന് പറയാം. അതുകൊണ്ട് ആർ ഈസ് സിമെട്രിക്. ഇനി ഇതിൻ്റെ മൂന്നാമത്തെ പ്രത്യേകത ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന്, റിലേഷൻ ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് ആറിനകത്തുള്ള രണ്ട് എലമെൻറ്റ്സുകൾ എടുക്കുന്നു. ഒന്ന് ഓർഡേർഡ് പെയർ എ ബിയും മറ്റൊന്ന് ഓർഡേർഡ് പെയർ ബി സിയും. ഒരു കാര്യം ഓർമ്മിക്കുക, ഓർഡേർഡ് പെയർ എ ബി ആണ് ആദ്യം എടുക്കുന്നതെങ്കിൽ ബിയിൽ തുടങ്ങുന്ന മറ്റൊരു ഓർഡേർഡ് പെയർ വേണം രണ്ടാമത് എടുക്കാനായിട്ട്, അതായത് ഓർഡേർഡ് പെയർ ബി സി. എന്തുകൊണ്ട് എ ബി എന്ന ഓർഡേർഡ് പെയർ ആറിനകത്ത് വന്നു? എ ആൻഡ് ബി വർക്ക് അറ്റ് ദി സെയിം പ്ലേസ്. ആൻഡ് എന്തുകൊണ്ട് ബി സി എന്ന ഓർഡേർഡ് പെയർ ആറിനകത്ത് വന്നു? ബി ആൻഡ് സി വർക്ക് അറ്റ് ദി സെയിം പ്ലേസ്. അപ്പോൾ എയും ബിയും ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുന്നവരാണ്. ആൻഡ് ബി ആൻഡ് സി, ബിയും സിയും ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുന്നവരാണ്. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റിനെയും കൂടി കമ്പൈൻ ചെയ്ത് നമുക്ക് എ ആൻഡ് സി വർക്ക് അറ്റ് ദി സെയിം പ്ലേസ് എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ എയും സിയും ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുന്നവരായതുകൊണ്ട് നമുക്ക് ഓർഡേർഡ് പെയർ എ സി ബിലോങ്സ് ടു ആർ എന്ന് പറയാൻ സാധിക്കും. അതുകൊണ്ട് ആർ എന്ന് പറയുന്ന റിലേഷൻ ട്രാൻസിറ്റീവ് ആണ് എന്ന് പറയാം. അപ്പോൾ നേരത്തെ നമ്മൾ ട്രാൻസിറ്റീവ് പഠിച്ച സമയത്ത് പറഞ്ഞു, എ ബി എന്ന ഓർഡേർഡ് പെയർ ആറിനകത്ത് ഉണ്ടാകണം ആൻഡ് ബി സി എന്ന ഓർഡേർഡ് പെയറും ആറിനകത്ത് ഉണ്ട് എങ്കിൽ ആദ്യത്തെ ഓർഡേർഡ് പെയറിൻ്റെ ഫസ്റ്റ് എലമെൻറ്റും രണ്ടാമത്തെ ഓർഡേർഡ് പെയറിൻ്റെ സെക്കൻഡ് എലമെൻറ്റും കൂടി ചേർക്കുമ്പോൾ കിട്ടുന്ന ഓർഡേർഡ് പെയർ, അതായത് ഓർഡേർഡ് പെയർ എ സി ആറിനകത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ആർ എന്ന് പറയുന്ന റിലേഷൻ ട്രാൻസിറ്റീവ് ആണ് എന്ന് പറയാനായിട്ട് സാധിക്കൂ. അതേ കണക്ക് തന്നെയാണ് ഇവിടെയും. ആറിനകത്ത് വരുന്ന രണ്ട് എലമെൻറ്റ്സുകളാണ് നമ്മൾ എടുത്തത്. ഒന്ന് ഓർഡേർഡ് പെയർ എ ബി എടുത്തു, കൂടാതെ ബിയിൽ തുടങ്ങുന്ന മറ്റൊരു ഓർഡേർഡ് പെയർ കൂടി എടുത്തു, ഓർഡേർഡ് പെയർ ബി സി. അതും ആറിനകത്ത് ഉള്ള എലമെൻ്റായിട്ട് നമ്മൾ എടുത്തു. അപ്പോൾ എന്തുകൊണ്ട് എ ബി ആറിനകത്ത് വന്നു? എ ആൻഡ് ബി വർക്ക് അറ്റ് ദി സെയിം പ്ലേസ് ആൻഡ്
എന്തുകൊണ്ട് ബി സി എന്ന ഓർഡേർഡ് പെയർ ആറിനകത്ത് വന്നു? ബി ആൻഡ് സി വർക്ക് അറ്റ് ദി സെയിം പ്ലേസ്. രണ്ടിനെയും കൂടി കമ്പൈൻ ചെയ്ത് നമുക്ക് പറയാം എ ആൻഡ് സി വർക്ക് അറ്റ് ദി സെയിം പ്ലേസ് എന്ന് പറയാം. അതുകൊണ്ട് ഓർഡേർഡ് പെയർ എ സി ബിലോങ്സ് ടു ആർ. അപ്പോൾ എ ബി ബിലോങ്സ് ടു ആർ ആൻഡ് ബി സി ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് എ സി ബിലോങ്സ് ടു ആർ. അതുകൊണ്ട് നമുക്ക് പറയാം ആർ ഈസ് ട്രാൻസിറ്റീവ്. അപ്പോൾ ഈ പറഞ്ഞ എക്സാമ്പിളിൽ ആറെന്ന് പറയുന്ന റിലേഷൻ റിഫ്ലെക്സീവാണ്, സിമെട്രിക്കാണ്, കൂടാതെ ട്രാൻസിറ്റീവുമാണ്. അപ്പോൾ ഒരു റിലേഷൻ റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ആയതുകൊണ്ട് ഈ തന്നിരിക്കുന്ന റിലേഷൻ ഇക്വിവാലൻസ് റിലേഷനാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിളിലേക്ക് പോകാം. റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യുന്നതിനുള്ള മറ്റൊരു എക്സാമ്പിൾ. നേരത്തെ പറഞ്ഞു റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് നമുക്ക് രണ്ട് സെറ്റുകളാണ് വേണ്ടത്. ഒന്ന് എ എന്ന് പറയുന്ന സെറ്റും പിന്നെ അതിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു റിലേഷനുമാണ്. ഇവിടെ എ എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഹ്യൂമൻ ബീയിങ്സിൻ്റെ സെറ്റ് തന്നെയാണ് എ. ആറിന് മാത്രം, നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിൽ നിന്ന് ആറിന് മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട്. ആറെന്ന് വച്ചാൽ സെറ്റ് ഓർഡേർഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് ആൻഡ് വൈ ലീവ് ഇൻ ദ സെയിം ലൊക്കാലിറ്റി. എക്സ് ആൻഡ് വൈ ലീവ് ഇൻ ദ സെയിം ലൊക്കാലിറ്റി, ഇതാണ് ആറെന്ന് പറയുന്ന റിലേഷൻ. അപ്പോൾ ഇവിടെ ആറെന്ന് പറയുന്ന റിലേഷനിൽ എന്താണ് ഇവിടുത്തെ ശരിക്കും റിലേഷൻ? എക്സ് ആൻഡ് വൈ ലീവ് ഇൻ ദ സെയിം ലൊക്കാലിറ്റിയാണ് ഇവിടുത്തെ റിലേഷൻ. നമുക്ക് നോക്കാം. ഈ രണ്ട് വേരിയബിളിൻ്റെയും സ്ഥാനത്ത് ഒരേ വേരിയബിൾ കൊടുത്തു നോക്കുക, എന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ എന്ന് നോക്കുക. ഞാൻ ആദ്യം എക്സിൻ്റെയും വൈയുടെയും സ്ഥാനത്ത് ഒരു ഹ്യൂമൻ ബീയിങ്, അതായത് എ കൊടുത്തു നോക്കുകയാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് പറയുക എ ആൻഡ് എ ലീവ് ഇൻ ദ സെയിം ലൊക്കാലിറ്റി എന്നാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് വളരെ കറക്റ്റ് ആയതുകൊണ്ട് നമുക്ക് പറയാം ഓർഡേർഡ് പെയർ എ എ ബിലോങ്സ് ടു ആർ എന്ന് പറയാം. അപ്പോൾ ഓർഡേർഡ് പെയർ എ എ ബിലോങ്സ് ടു ആർ ആയതുകൊണ്ട് ആർ എന്ന് പറയുന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആണ് എന്ന് പറയും. രണ്ടാമത്തേത് സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് ആറെന്ന് പറയുന്ന റിലേഷനിലെ ഒരു എലമെൻ്റ് എടുക്കുക. ഓർഡേർഡ് പെയർ എ ബി എന്ന് പറയുന്നത് ആറെന്ന് പറയുന്ന റിലേഷനിലെ ഒരു എലമെൻ്റ് ആയിട്ട് നമ്മൾ എടുത്തു. എന്തുകൊണ്ട് എ ബി എന്ന് പറയുന്ന എലമെൻ്റ് ആറിനകത്ത് വന്നു? എ ആൻഡ് ബി ലീവ് ഇൻ ദ സെയിം ലൊക്കാലിറ്റി. എ ആൻഡ് ബി ലീവ് ഇൻ ദ സെയിം ലൊക്കാലിറ്റി എന്നായതുകൊണ്ടാണ് ഓർഡേർഡ് പെയർ എ ബി ആറിനകത്ത് വന്നത്. ഇനി എ ആൻഡ് ബി ലീവ് ഇൻ ദ സെയിം ലൊക്കാലിറ്റി എന്ന സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്ക് ബി ആൻഡ് എ ലീവ് ഇൻ ദ സെയിം ലൊക്കാലിറ്റി എന്നും പറയാൻ സാധിക്കും. കാരണം ഈ സ്റ്റേറ്റ്മെൻറ്റിന് വ്യത്യാസം വരുന്നില്ല. അപ്പോൾ എ ആൻഡ് ബി ലീവ് ഇൻ ദ സെയിം ലൊക്കാലിറ്റി എന്ന അതേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് ബി ആൻഡ് എ ലീവ് ഇൻ ദ സെയിം ലൊക്കാലിറ്റി. ബി ആൻഡ് എ ലീവ് ഇൻ ദ സെയിം ലൊക്കാലിറ്റി എന്നായതുകൊണ്ട് ഓർഡേർഡ് പെയർ ബി എ ആറിനകത്ത് ഉണ്ട് എന്ന് പറയാം. അപ്പോൾ എ ബി എന്ന ഓർഡേർഡ് പെയർ ആറിനകത്തുണ്ട്. നേരെ അതിനെ തിരിച്ചുമ്പോൾ കിട്ടുന്ന എലമെൻ്റായ ബി എ എന്ന എലമെൻറ്റും ആറിനകത്തുള്ളത് കൊണ്ട് ആറെന്ന് പറയുന്ന റിലേഷൻ സിമെട്രിക് ആണ് എന്ന് പറയും. ഇംപ്ലൈസ് ആർ ഈസ് സിമെട്രിക്. ഇതാണ് സിമെട്രിക് ചെക്ക് ചെയ്യുന്ന വിധം. 3, ഇത് ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് നേരത്തെ പറഞ്ഞു ആറെന്ന് പറയുന്ന റിലേഷനകത്ത് വരുന്ന രണ്ട് എലമെൻസുകൾ എടുക്കുക. ഇവിടെ എടുത്തിരിക്കുന്ന എലമെൻസുകൾ ഓർഡേർഡ് പെയർ എ ബി ആൻഡ് ഓർഡേർഡ് പെയർ ബി സി ആണ്. ഒരു കാര്യം എപ്പോഴും ഓർമ്മിക്കുക, ആദ്യം എടുക്കുന്ന ഓർഡേർഡ് പെയർ എ ബി ആണെങ്കിൽ ബിയിൽ തുടങ്ങുന്ന മറ്റൊരു ഓർഡേർഡ് പെയർ മാത്രമേ ഇതിനകത്ത് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ എ ബി എന്ന ഓർഡേർഡ് പെയറും ബി സി എന്ന ഓർഡേർഡ് പെയറും ആറിനകത്ത് ഉണ്ട്. എന്തുകൊണ്ട് എ ബി എന്ന ഓർഡേർഡ് പെയർ ആറിനകത്ത് വന്നു? എ ആൻഡ് ബി ലീവ് ഇൻ ദ സെയിം ലൊക്കാലിറ്റി. എന്തുകൊണ്ട് ബി സി എന്ന ഓർഡേർഡ് പെയർ ആറിനകത്ത് വന്നു? ബി ആൻഡ് സി ലീവ് ഇൻ ദ സെയിം ലൊക്കാലിറ്റി. അപ്പോൾ എ ആൻഡ് ബി ലീവ് ഇൻ ദ സെയിം ലൊക്കാലിറ്റി ആൻഡ് ബി ആൻഡ് സി ലീവ് ഇൻ ദ സെയിം ലൊക്കാലിറ്റി. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളെയും കൂടി കമ്പൈൻ ചെയ്ത് നമുക്ക് എ ആൻഡ് സി ലീവ് ഇൻ ദ സെയിം ലൊക്കാലിറ്റി എന്ന് പറയാം. അപ്പോൾ എ ആൻഡ് സി ലീവ് ഇൻ ദ സെയിം ലൊക്കാലിറ്റി എന്ന സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആയതുകൊണ്ട് ഓർഡേർഡ് പെയർ എ സി ആറിനകത്തുണ്ടാകും. എ ബിയും ആറിനകത്തുണ്ട്, ബി സിയും ആറിനകത്ത് ഉണ്ട്. അതേ കണക്ക് എ സി എന്ന ഓർഡേർഡ് പെയറും ആറിനകത്ത് ഉള്ളതുകൊണ്ട് ആറെന്ന് പറയുന്ന റിലേഷൻ ട്രാൻസിറ്റീവാണ് എന്ന് പറയാം. അപ്പോൾ ഇതും നേരത്തെ ചെയ്ത അതേ എക്സാമ്പിൾ പോലെ തന്നെ ഈ റിലേഷൻ എന്ന് പറയുന്നത് റിഫ്ലെക്സീവാണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവുമാണ്.
അപ്പോൾ ഇത് ഒരു ഇക്വിവാലൻസ് റിലേഷനാണ് എന്ന് പറയാം. ഇനി നമുക്ക് മൂന്നാമത്തെ ഒരു എക്സാമ്പിളിലേക്ക് പോകാം. ഇപ്പോൾ എ എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്സിൻ്റെ സെറ്റ് തന്നെയാണ്. അതിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു റിലേഷനാണ് ആർ ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെറ്റ് ഓർഡേർഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് ഈസ് വൈഫ് ഓഫ് വൈ. ഇതാണ് ഇവിടുത്തെ റിലേഷൻ. എക്സ് ഈസ് വൈഫ് ഓഫ് വൈ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ റിലേഷൻ. ഈ റിലേഷൻ എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യം ചെക്ക് ചെയ്യേണ്ടത് റിഫ്ലെക്സീവ് ആണോ എന്നാണ്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം എ എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള ഒരു എലമെൻ്റ് എടുക്കുന്നു, സ്മോൾ എ. സ്മോൾ എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ. അപ്പോൾ നമുക്കൊരിക്കലും ഈ റിലേഷൻ അനുസരിച്ച് എ ഈസ് വൈഫ് ഓഫ് എ എന്ന് പറയാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. കാരണം ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. എ ഈസ് വൈഫ് ഓഫ് എ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ നമ്മൾ പറയും എ ഈസ് നോട്ട് ദി വൈഫ് ഓഫ് എ എന്ന് പറയും. അപ്പോൾ എ ഒരിക്കലും എയുടെ ഭാര്യയായിട്ട് വരാത്തത് കൊണ്ട് ഓർഡേർഡ് പെയർ എ നോട്ട് ബിലോങ്സ് ടു ആർ എന്ന് പറയുന്ന റിലേഷനിൽ വരുന്നില്ല. അപ്പോൾ ആർ ഈസ് നോട്ട് റിഫ്ലെക്സീവ് ആണ്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി എ എന്ന് പറയുന്ന സെറ്റിലെ ഒരു എലമെൻ്റ് എടുക്കുക, സ്മോൾ എ. സ്മോൾ എ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന സെറ്റിലെ ഒരു എലമെൻ്റാണ്. ഈ റിലേഷൻ ഈ രണ്ട് സ്ഥലത്തും എക്സിൻ്റെയും വൈയുടെയും സ്ഥലത്ത് നമ്മൾ എ എന്ന് പറയുന്ന ഒറ്റ വേരിയബിൾ കൊടുക്കുകയാണെങ്കിൽ എ ഈസ് വൈഫ് ഓഫ് എ എന്ന് കിട്ടും. എന്നാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അതുകൊണ്ട് നമ്മൾ പറയും എ ഈസ് നോട്ട് ദി വൈഫ് ഓഫ് എ എന്ന് പറയും. അതുകൊണ്ട് ഓർഡേർഡ് പെയർ എ എന്ന് പറയുന്നത് ആർ എന്ന് പറയുന്ന റിലേഷനിലെ ഒരു അംഗമായിട്ട് വരത്തില്ല. അതുകൊണ്ട് ആർ എന്ന് പറയുന്ന റിലേഷൻ നോട്ട് റിഫ്ലെക്സീവ് ആണ്. രണ്ടാമത്തേത്, ഈ റിലേഷൻ സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യുക. സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് ആർ എന്ന് പറയുന്ന റിലേഷനിലെ ഒരു എലമെൻ്റ് എടുക്കുക, എ ബി എന്ന് പറയുന്ന എലമെൻ്റ് എടുത്തു. ലെറ്റർ എ ബി ബിലോങ്സ് ടു ആർ. എന്തുകൊണ്ട് എ ബി എന്ന ഓർഡേർഡ് പെയർ ആറിനകത്ത് വന്നു? എ ഈസ് വൈഫ് ഓഫ് ബി ആണ്. അതായത് എ എന്ന് പറയുന്നത് ബിയുടെ ഭാര്യയാണ്. അതുകൊണ്ടാണ് എ ബി എന്ന ഓർഡേർഡ് പെയർ ആറിനകത്ത് വന്നത്. അപ്പോൾ എ ബി എന്ന ഓർഡേർഡ് പെയർ ആറിനകത്ത് വരാനുള്ള കാരണം എ ഈസ് വൈഫ് ഓഫ് ബി ആണ്. ഇതേ സ്റ്റേറ്റ്മെൻറ്റിനെ എയുടെ സ്ഥാനത്ത് ബി എന്നും ബിയുടെ സ്ഥാനത്ത് എ എന്നും ഇട്ടാൽ ഇത് ഒരിക്കലും ശരിയായിട്ട് വരത്തില്ല. എ ഈസ് വൈഫ് ഓഫ് ബി എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ബി ഈസ് വൈഫ് ഓഫ് എ എന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ എ ഈസ് വൈഫ് ഓഫ് ബി ബട്ട് ബി ഈസ് നോട്ട് ദി വൈഫ് ഓഫ് എ ആണ്. അതുകൊണ്ട് ബി എ എന്ന ഓർഡേർഡ് പെയർ ആറിനകത്ത് വരില്ല. അതുകൊണ്ട് ആർ എന്ന് പറയുന്ന റിലേഷൻ ഒരിക്കലും സിമെട്രിക്ക് ആകില്ല. അപ്പോൾ ഈ എക്സാമ്പിളിനെ സംബന്ധിച്ച് ഈ എക്സാമ്പിളിൽ ആർ എന്ന് പറയുന്ന റിലേഷൻ റിഫ്ലെക്സീവുമല്ല, സിമെട്രിക്കുമല്ല. ഇനി ഇത് ട്രാൻസിറ്റീവ് ആണോ? അതായത് ട്രാൻസിറ്റീവ് ആകണമെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ആറിനകത്തുള്ള രണ്ട് എലമെൻസുകളാണ് എടുക്കേണ്ടത്. ആദ്യം ഞാൻ എടുത്ത എലമെൻറ്റ് എ ബി എന്ന എലമെൻറ്റ് ആറിനകത്ത് നിന്ന് എടുത്തു. ഇനി ബിയിൽ തുടങ്ങുന്ന മറ്റൊരു ഓർഡേർഡ് പെയർ ഇതിനകത്ത് നിന്ന് എടുക്കാനായിട്ട് സാധിക്കുമോ? കാരണം എ ബി എന്ന ഓർഡേർഡ് പെയർ ആറിനകത്ത് വരുന്നത് കൊണ്ട് എ ഈസ് വൈഫ് ഓഫ് ബി ആണ്. എ ഈസ് വൈഫ് ഓഫ് ബി ആണ്. ഇനി അടുത്ത ഒരു ഓർഡേർഡ് പെയർ നമ്മൾ എടുക്കണമെങ്കിൽ ബിയിൽ തുടങ്ങുന്ന മറ്റൊരു ഓർഡേർഡ് പെയർ എടുക്കേണ്ടതായിട്ട് വരും. അതായത് ബി സി എന്ന ഓർഡേർഡ് പെയർ നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. ഇനി ബി സി എന്ന ഓർഡേർഡ് പെയർ ആറിനകത്ത് വരുന്നുണ്ട് എങ്കിൽ ബി ഈസ് വൈഫ് ഓഫ് സി ആയിട്ട് മാറും. ബി എന്ന് പറയുന്നത് സിയുടെ വൈഫായിട്ട് മാറും. പക്ഷേ അതൊരിക്കലും സാധ്യമാവില്ല. അതുകൊണ്ട് ബിയിൽ തുടങ്ങുന്ന മറ്റൊരു ഓർഡേർഡ് പെയർ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ബിയിൽ തുടങ്ങുന്ന മറ്റൊരു ഓർഡേർഡ് പെയർ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പറയും ക്ലിയർലി ആർ ഈസ് ട്രാൻസിറ്റീവ് എന്ന് പറയും. അപ്പോൾ ഈ എക്സാമ്പിളിനെ സംബന്ധിച്ച് ഈ ആർ എന്ന് പറയുന്ന റിലേഷൻ റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക് അല്ല, പക്ഷേ ട്രാൻസിറ്റീവ് ആണ്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഓർഡേർഡ് പെയർ എ ബി ആറിനകത്തുണ്ട്, പക്ഷേ ബിയിൽ തുടങ്ങുന്ന മറ്റൊരു ഓർഡേർഡ് പെയർ ആറിനകത്ത് വരുന്നില്ല. അതുകൊണ്ട് ക്ലിയർലി ആർ ഈസ് ട്രാൻസിറ്റീവ് ആണ് എന്ന് പറയും.